ജൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നല്ല സോഫ്റ്റായ അവള് വിളയിച്ചതാണ്. ഇപ്പോൾ ഈ മഴക്കാലത്ത് ഇതൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. തന്നെയല്ല സ്കൂളൊക്കെ തുറക്കുമല്ലേ, കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കഴിച്ചോളും 4 മണിക്ക് ചായയുടെ കൂടെ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് ഒരു കുറച്ച് നല്ല നെയ്യ്, പശുവിൻ്റെ നെയ്യാണ് കേട്ടോ, ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ നെയ്യിൽ കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. ആദ്യം ഞാൻ ക്യാഷ്യൂനട്ടാണ് എടുത്തിരിക്കുന്നത്. ക്യാഷ്യൂനട്ടൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, ക്യാഷ്യൂനട്ട് ചേർക്കണമെന്നില്ല കേട്ടോ, മറ്റേ നമ്മുടെ നിലക്കടലില്ലേ അത് ചേർത്താലും മതി. ഞാനിവിടെ ക്യാഷ്യൂനട്ട് കുറച്ച് ചേർക്കുന്നുണ്ട്. അതൊന്ന് പിളർത്തിയെടുക്കണേ, അങ്ങനെ മുഴുവനും ഇടരുത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നിലക്കടലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്തതല്ല നിലക്കടല ആയതുകൊണ്ട് അത് അധികം നേരം, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇടാതിരുന്നത്. അപ്പോൾ അതും ഇനി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിനകത്ത് ചില സാധനങ്ങളും കൂടി വറുക്കാനുണ്ട് കേട്ടോ. ഇതറിയാമല്ലോ, നല്ല ഹെൽത്തി ആയ ഫുഡ് ആണ് ഈ അവലെന്ന് പറയുന്നത്. എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശർക്കരയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഒരു ദോഷമില്ല അതിന്. അപ്പോൾ ഇത് പൊട്ടുകടലയാണ്. പൊട്ടുകടല ഞാനൊരു 50 ഗ്രാം ചേർത്തിട്ടുണ്ട്. ഞാൻ 400 ഗ്രാം അവലാണ് കേട്ടോ എടുക്കുന്നത്. അതിൻ്റെ അളവാണ് ഞാൻ ഈ പറയുന്നത്. അത് പിന്നെ ഒറ്റ മിനിറ്റ് മതി. അതുകൊണ്ട് അല്ലെങ്കിൽ ഇത് അപ്പം തന്നെ കോരിയെടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതാ നമ്മുടെ കിസ്മിസ് ഇല്ലേ, ഞാൻ ബ്ലാക്ക് കളറേ എൻ്റെ കയ്യിലുള്ളൂ. മറ്റേ പിങ്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. നല്ല സീഡ്ലെസ് ആണ് കേട്ടോ, സീഡ്ലെസ് ചേർക്കണേ. അതും മൂത്ത് വന്നപ്പോൾ നമ്മൾ കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു അരിയിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത്തിരി എള്ളും കൂടെ വേണം കേട്ടോ, അത് നമ്മൾ ലാസ്റ്റ് എടുത്താലും മതി. അപ്പോൾ ഈ നെയ്യ് അടുത്തേക്ക് നമുക്ക് ഇനി തേങ്ങ, ഞാൻ 2 തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 400 ഗ്രാം അവലിന് തേങ്ങ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഈ തേങ്ങ ഈ നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വറുക്കുന്നൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് നേരം അതിൻ്റെ വെള്ളമയം ഒന്ന് പോയിട്ട് ഒരു എന്താ പറയുക, അതിനകത്തുനിന്നൊരു നീരാവി ഇങ്ങനെ പൊങ്ങുന്നതാണ്. അപ്പോൾ നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ തേങ്ങയുടെ അടുപ്പ് ഓഫാക്കുവാണേ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഉരുക്കിയ ശർക്കരയാണ്. ഞാനപ്പോൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ശർക്കര. 400 ഗ്രാം അവലിന് 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്കറിയാമല്ലോ, അത് പൊട്ടിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അവൽ വിളയിച്ചാൽ പുറത്താണെങ്കിൽ 2 ദിവസം ഇരിക്കും, ഫ്രിഡ്ജിലൊക്കെ ഒരാഴ്ച 2 ആഴ്ച വരെ നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ഉരുളിയിലേക്ക് ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കുവാണ്. നല്ല ശർക്കരയാണിത്, എന്നാലും എന്തെങ്കിലുമൊക്കെ കരട് കാണാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഞാനിതാ ഉരുളിക്കകത്തേക്ക് ഈ ഉരുളിയിലിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഉരുളി വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പരന്ന പാത്രം എടുത്താൽ മതി. ഞാൻ പൊതുവെ നോൺ സ്റ്റിക്ക് കുറച്ച് ഉപയോഗിക്കാറുള്ളത്, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, ആ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കണം. ആ തേങ്ങയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതാണ് നമ്മുടെ തേങ്ങ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് അധികം നേരം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ നമുക്ക് അടുപ്പ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പിൽ അധികം നേരം വെക്കുന്നത്, ഞാൻ തീ വളരെ കുറച്ചിട്ടിരിക്കുകയാണ്. തീ കണ്ടോ, ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവലിട്ട് കൊടുക്കാം. ഇത് നല്ല മട്ട അവലാണ്, നല്ല അവലാണിത്. ഇത് ഞാൻ വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. വറുത്താൽ പിന്നെ ഒന്നുകൂടെ ബലമായിപ്പോവും. നല്ല ഫ്രഷ് അവലാണിത്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തു, ഇട്ടില്ല, രണ്ടാമത് ബാക്കിയും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ വേണം ഇടാൻ. എല്ലാം കൂടെ ഇടാത്തതാണ് നല്ലത്. ഇനി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്കിനി ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യണ്ട. പണി വളരെ വേഗം കഴിയും, നല്ല എളുപ്പമാണ്. ഞാൻ ഇപ്പം അടുപ്പ് ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചിരുന്ന നട്ട്സ്, പൊട്ടുകടല, നിലക്കടല എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ഇത്തിരി എള്ള് നല്ല കറുത്ത എള്ളില്ലേ, നല്ലൊരു ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ് അത് എടുപ്പം. അപ്പോൾ ആ കറുത്ത എള്ള ഒരു എന്താ പറയുക, ഒരു 1-2 സ്പൂണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അളവിന് എടുക്കാം കേട്ടോ. ഇതാണ് എടുത്തിരിക്കുന്ന എള്ള്. ഇതൊക്കെ നല്ലപോലെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. കല്ലൊക്കെ കാണും ഇതിൽ, നല്ലപോലെ കഴുകി ഉണക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈ പാത്രത്തിലിട്ട് ഞാനൊന്ന് കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളതിൻ്റെ കമൻറ്റ് അറിയിക്കണേ. ഇത് ഏലക്കാപ്പൊടിയാണ്, നല്ല ഏലക്കയുടെ തരി മാത്രം പഞ്ചസാര ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് നേരത്തെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ
ഇടയ്ക്കൊന്ന് വിട്ടുപോയി, അതുകൊണ്ട് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഏലക്കാപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണോ അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചേർത്തിട്ട് നല്ല അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത് നന്നായി ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ എന്താ പറയുക, നല്ല കാറ്റ് കയറാത്ത രീതിയിൽ പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ കവറുകളിലാക്കിയിട്ട് നന്നായിട്ട് അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് വെക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.